രാജു പി നായർ, ഇതാണ് നിയമാനുസരണം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കേരളം ഞെട്ടിയ ദൃശ്യത്തിന് ഇപ്പോൾ അനിൽകുമാർ നൽകുന്ന ന്യായീകരണം. ആ ദൃശ്യങ്ങൾ ഗർഭിണിയായ ഒരു സ്ത്രീയെ കൈവീശിയടിക്കുന്ന CIയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇതൊരു വർഷമായി ഈ ദൃശ്യങ്ങൾക്ക് വേണ്ടി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചിട്ടും ആ ദൃശ്യങ്ങൾ കൊടുത്തില്ല. കോടതി ഇടപെടൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് റിപ്പോർട്ടിന് ഈ ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചത്. രാജു പി നായർ, അനിൽകുമാറിന്റെ മറുപടിയിൽ 2-3 കൗതുകങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം സൂചിപ്പിച്ചത് മറ്റു മാധ്യമ പ്രവർത്തകർ പറയുന്നത് മനസ്സിലാക്കാം എന്നുള്ളതാണ്. അതിൽ അരുൺകുമാർ പറയുമ്പോൾ എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തതെന്ന് അരുൺകുമാർ തന്നെ ക്ലാരിഫിക്കേഷൻ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് പല ധ്വനികളുണ്ട്. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ആ പ്രസ്താവനയിൽ എനിക്കൊരു കൗതുകം തോന്നി. അതവിടെ നിൽക്കട്ടെ. അത് അരുൺകുമാറിന് വിശ്വാസത വേണം എന്നുള്ളതുണ്ടെങ്കിൽ അരുൺകുമാർ ക്ലാരിഫൈ ചെയ്യണം. ഞാൻ അല്ല, വിവേകത്തോടെ സംസാരിക്കുന്ന ഒരാളാണ്. അല്ലല്ല, അത് ക്ലാരിഫൈ ചെയ്ത് പോകാം. നല്ല വിവേകത്തോടെ നിയമബോധത്തോടെ സംസാരിക്കുന്ന ആളാണ്. അല്ലല്ല, നല്ല വിവേകത്തോടെ നിയമബോധമുള്ള മാധ്യമ പ്രവർത്തകനാണ്. ബഹുമാനം പ്രകടിപ്പിച്ചേ ഉള്ളൂ. ഞാൻ ആ ദൃശ്യങ്ങളോട് ഒട്ടും അനുഭവിച്ചതിനോട് ഈ സർക്കാർ മറുപടി പറയണമെന്ന നിലപാടാണ് ഈ വിഷയത്തിൽ എനിക്കുള്ളത്. ശ്രീ രാജു പി നായർ, ഞാൻ വരാം. രാജു പി നായർ, അങ്ങേക്ക് തുടരാം. അല്ല, അങ്ങ് അസ്വസ്ഥനാവണ്ട. ഞാൻ വെറുതെ ഒളിഞ്ഞിരുന്ന കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമല്ല, എല്ലാവരും മനസ്സിലായിക്കോട്ടെ എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞു മാത്രം. അങ്ങ് അസ്വസ്ഥനാവണ്ട. രണ്ടാമത്തെ കാര്യം, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ ടേബിളിൽ എല്ലാ ദിവസവും ഈ സംസ്ഥാനത്തെ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കേരളത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും വർഗീയ കലാപം ഉണ്ടാകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഉദ്യോഗസ്ഥലത്തിലുണ്ടാകുന്ന സംഭവങ്ങളുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തിന്റെ ടേബിളിന്റെ മുമ്പിൽ അതിന്റെ റിപ്പോർട്ട് എത്തും. ഈ മുഖ്യമന്ത്രി പോകുന്ന വഴിക്ക് ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരൻ കറുത്ത കൊടയും കൊണ്ട് നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല ഈ സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ചെയ്യുന്ന ഒരേ ഒരു പണി അതാണ്. അതുകൊണ്ടാണ് ഇവർക്കിത് ഒന്നും അറിയാതെ പോകുന്നൊന്നും അല്ലാട്ട് ഇത് അറിയുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ തൃശ്ശൂരിലെ നേതാവായിട്ടുള്ള TS സുജിത്തിനെതിരെ ഇതേപോലൊരു ആക്രമണം ഉണ്ടായില്ലേ? എന്നിട്ട് അവസാനം വിവരാവകാശം കൊടുത്തല്ലേ ആ രേഖ എടുത്തത്? കേരളത്തിലെ പോലീസ് സംവിധാനം മുഴുവൻ കാണാതിരുന്നൊരു വീഡിയോ ആയിരുന്നോ? അല്ലല്ലോ. അനിൽകുമാർ പറയാണ് ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ മുഖമല്ല. ശരിയാണ്, സർക്കാരിന്റെ മുഖമല്ല, സർക്കാരിന്റെ പിന്നണി പ്രവർത്തകരാണ്. ഇത്തരത്തിൽപ്പെട്ടവരാണ് യാതൊരു പ്രശ്നവും ഇല്ലാത്തടത്ത് ഒരു MP-യെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുറകിൽ നിന്ന് അടിക്കുന്നത്, ലാത്തിക്ക് മൂക്കിനടിക്കുന്നത്. ഈ സർക്കാരിന്റെ ഉദ്യോഗസ്ഥർക്ക് തന്നെ പറയേണ്ടി വന്നല്ലോ, പോലീസിനകത്ത് നിന്ന് ഉണ്ടായതാണ് എന്ന് പറയേണ്ടി വന്നല്ലോ. അപ്പൊ ഇത്തരത്തിൽ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിർത്തിയിട്ടുള്ള പോലീസുകാർ തെറ്റു ചെയ്യുമ്പോൾ അത് തിരുത്താൻ കഴിയാത്ത രീതിയിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് CPM അവരുടെ തന്നെ ചെയ്തികൾ കൊണ്ട് മാറിയതാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു ഗർഭിണിയെ അടിച്ചു കഴിഞ്ഞാൽ ആ പോലീസിനെ വെറുതെ ഗർഭിണിയെ തല്ലിയത് കൊണ്ട് ആ പോലീസ് നല്ല പോലീസാണെന്ന് വിചാരിച്ച് സംരക്ഷിക്കുന്നല്ല പറയുന്നത്. പക്ഷേ ADGP അജിത് കുമാർ ഉൾപ്പെടെ സുജിത് ദാസ് ഉൾപ്പെടെയുള്ള പോലീസിലെ ക്രിമിനലുകളെ കൊണ്ട് ഈ താഴെത്തട്ടിലുള്ള പോലീസിനെ കൊണ്ട് കൊള്ളരുതായ്മകൾ മുഴുവൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊള്ളരുതായ്മകൾ ചെയ്തിട്ടുള്ള പോലീസിനെ ഈ CPM-ന് സംരക്ഷിക്കേണ്ടി വരും. അതല്ലാതെ ഒരു എറണാകുളത്തൊരു പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അനിൽകുമാർ എന്ത് ന്യായം പറഞ്ഞാലും കേരളത്തിലെ ഇന്റലിജൻസ് സംവിധാനം സ്പെഷ്യൽ ബ്രാഞ്ച് അത് റിപ്പോർട്ട് ചെയ്തിരിക്കും. പിറ്റേ ദിവസം രാവിലെ ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിൽ ആ റിപ്പോർട്ട് ചെന്നിരിക്കും. ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ ദിവസവും ഇരുന്ന് റിപ്പോർട്ട് വായിക്കുന്നു എന്നോ ചോദിച്ചാൽ അല്ല. അവിടെ P ശശി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. ആ പോലീസിന്റെ റിപ്പോർട്ടുകൾ എന്താണെന്ന് നോക്കി അതിൽ ഗുരുതരമായിട്ടുള്ളത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടിയെടുക്കാൻ ബാധ്യതയും ഉത്തരവാദിത്വവും ഉള്ളവരാണ്. പക്ഷെ പ്രശ്നം P ശശിയാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം കൂടി അവിടെ ഉണ്ട്. അതും കൂടി അവിടെ നിൽക്കട്ടെ. അപ്പോ ഈ സർക്കാർ ഇത്തരത്തിലുള്ള മർദ്ദകരെ സംരക്ഷിക്കുന്ന സർക്കാരാണ്. ഇത്തരത്തിലുള്ള മർദ്ദകരെ മുഴുവൻ സംരക്ഷിച്ചിട്ടുള്ള സർക്കാരാണ്. കേരളത്തിൽ മുഴുവൻ നടന്നിട്ടുള്ള ഈ പോലീസിന്റെ ഇത്തരത്തിലുള്ള നീചമായിട്ടുള്ള കർമ്മങ്ങളെ മുഴുവൻ പിന്തുണച്ചിട്ടുള്ള സർക്കാർ. എവിടെയാണ്? ആലുവയിലെ മോഫിയ പർവീന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിരുന്ന CI ഇപ്പൊ എവിടെയുണ്ട്? ഏതെങ്കിലും ജയിലിലാണോ? അല്ലല്ലോ. പോലീസിന്റെ സംവിധാനത്തിൽ സർവീസിലിരിക്കല്ലേ. ഈ പറയുന്ന ഇത്തരത്തിലുള്ള സുജിത്ത് ഉൾപ്പെടെയുള്ളവർ നടത്തിയവരൊക്കെ സർവീസിൽ ഇപ്പോൾ സസ്പെൻഷനൊക്കെ ആയിരിക്കുമല്ലോ. അതല്ലാതെ വേറെ നടപടികളൊന്നും പോയിട്ടില്ലല്ലോ. അപ്പോ ക്രിമിനലുകളുടെ എണ്ണം ചോദിച്ചപ്പോൾ എത്ര പേരെ പിരിച്ചുവിട്ടു എന്ന് ചോദിച്ചപ്പോൾ അതിൽ കള്ളക്കണക്ക് കൊടുത്ത സർക്കാരാണ്. അതിൽ നിയമസഭയിൽ ഒരു കണക്കും വിവരാവകാശം വന്നപ്പോൾ മറ്റൊരു കണക്കും കൊടുത്ത സർക്കാരാണ്. അപ്പോൾ ഈ സർക്കാർ CPM-ന്റെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് ഈ പോലീസ് സേനയെ ഉപയോഗിച്ചതിന്റെ ദുരന്ത ഫലമാണ്. ആ ദുരന്ത ഫലം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ്. അതിന്റെ ഗുണവൻ മുഴുവൻ കിട്ടിയിട്ടുള്ളത് നടുവഴിയിൽ പോലും പിറന്നാൾ ആഘോഷം
വടിവാള് വെച്ച് കേക്ക് കട്ട് ചെയ്യുന്ന ഗുണ്ടകൾക്ക് മാത്രമാണ്. അപ്പൊ ആ ഗുണ്ടകളെ സംരക്ഷിക്കുന്ന പോലീസായിട്ട് മാറുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെ ഈ പോലീസിനെ ചോദ്യം ചെയ്താൽ ഇതായിരിക്കും ഫലം എന്നുള്ളത് ഇന്ന് നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ കാണുകയാണ്. അതുകൊണ്ട് ദയവേത് ഇത് പുറത്തറിഞ്ഞ് നാണം കെട്ട് വഷളായപ്പോ നടപടിയെടുത്തു എന്നും പറഞ്ഞ് ഊറ്റം കൊള്ളരുത്. ജനം അത് കാർക്കിച്ചു തുപ്പും മുഖത്ത്. ഇതെല്ലാം അറിഞ്ഞ മുഖ്യമന്ത്രി ഈ പറയുന്ന CA ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുകയായിരുന്നു. അതല്ലെങ്കിൽ നീതിമാനായ ഒരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ, നീതിമാനായ ഒരു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ആയിരുന്നെങ്കിൽ ഈ റിപ്പോർട്ട് കിട്ടിയപ്പോൾ അപ്പം തന്നെ അതിന്മേൽ നടപടിയെടുത്ത് അയാളെ സസ്പെൻഷനിൽ നിർത്തിയേക്കണേ, അയാളുടെ പേരിൽ കേസ് ചാർജ് ചെയ്യാൻ. അതുകൊണ്ട് ദയവേത് ശ്രീ അനിൽകുമാർ ഇത്തരത്തിലുള്ള സ്ത്രീ പീഡകർക്ക് വേണ്ടി മാത്രമായ ഒരു പാർട്ടിയായിട്ട് നിങ്ങൾ അധപ്പതിക്കരുത്. ആ സ്ത്രീ പീഡകർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സർക്കാരായിട്ട് നിങ്ങൾ അധപ്പതിക്കരുത്. സ്ത്രീ പീഡകരുടെ സംരക്ഷകനായി പിണറായി വിജയൻ മാറുന്നതും ശരിയല്ല എന്നും മാത്രം ഞാൻ ഓർപ്പിക്കുന്നു. Debate with Dr. Arun Kumar.